വേറ്റുവൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ്, ലാബ് അസിസ്റ്റൻ്റ് എക്സാംസ്, കേരള PSC ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്റ്റോമെട്രിയുടെ മൈക്രോബയോളജി സിലബസിൽ ഈ ഒരു ടോപ്പിക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ടോപ്പിക്കിൽ നിന്ന് എല്ലാ പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്? ഓപ്ഷൻസ്: A. ഓട്ടോക്ലേവിംഗ്, B. സ്റ്റീമിംഗ്, C. ബോയിലിംഗ്, D. ഇൻസിനറേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. ഇൻസിനറേഷൻ ആണ് ഈ പറഞ്ഞവയിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിലാണ് വരിക. അതായത് നമുക്ക് സ്റ്റെറിലൈസേഷൻ ഫിസിക്കൽ ഏജൻസ് വഴിയും ചെയ്യാം, അതുപോലെ കെമിക്കൽ ഏജൻസ് വഴിയും ചെയ്യാം. അതിൽ വരുന്ന ഫിസിക്കൽ ഏജൻസ് ആണ് സൺലൈറ്റ്, ഡ്രൈയിങ്, ഹീറ്റ്. ഹീറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിൽ തന്നെ ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്. അതിൽ ഡ്രൈ ഹീറ്റിൽ വരുന്നവയാണ് ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മോയിസ്റ്റ് ഹീറ്റിൽ വരുന്നവയാണ് പാസ്ചറൈസേഷൻ, ബോയിലിംഗ്, സ്റ്റീം അണ്ടർ പ്രഷർ. നെക്സ്റ്റ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ നമുക്ക് ക്യാൻഡിൽസ്, ആസ്ബറ്റോസ് പാഡ്സ്, മെംബ്രെയിൻസ് ഇതൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ റേഡിയേഷൻ, പിന്നെ അൾട്രാസോണിക് ആൻഡ് സോണിക് വൈബ്രേഷൻ. ഇതൊക്കെ ഫിസിക്കൽ ഏജൻസ് ആണ്. സ്റ്റെറിലൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫിസിക്കൽ ഏജൻസ് ആണ്. ഇനി ഏതൊക്കെ കെമിക്കൽ ഏജൻസ് ആണ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. കെമിക്കൽ ഏജൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നവയാണ് ആൽക്കഹോൾ, ഈഥെയിൽ, ഐസോപ്രോപ്പൈൽ, ട്രൈക്ലോറോബ്യൂട്ടനോൾ, ആൽഡിഹൈഡ്സ്, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഡൈസ്, ഹാലോജൻസ്, ഫീനോൾസ്, സർഫസ് ആക്റ്റീവ് ഏജൻസ്, മെറ്റാലിക് സാൾട്ട്സ്, ഗ്യാസസ്. ഗ്യാസസിൽ തന്നെ എഥിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ ഇതൊക്കെ വരുന്നുണ്ട്. അതിൽ ഗ്യാസസ് കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ്. എഥിലീൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ്, ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ ഇതൊക്കെ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം നടന്ന DHS എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും വന്നതാണ്. ക്വസ്റ്റ്യൻ ഈസ്: സ്റ്റെറിലൈസേഷൻ വിത്ത് സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ഡൺ ബൈ. ഓപ്ഷൻസ്: A. ഹോട്ട് എയർ ഓവൻ, B. ഓട്ടോക്ലേവിംഗ്, C. എഥിലീൻ ഓക്സൈഡ്, D. ഗ്ലൂട്രാൽഡിഹൈഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B. ഓട്ടോക്ലേവിംഗ് ആണ്. സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓട്ടോക്ലേവ്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ വിത്ത് സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ഡൺ ബൈ ആൻസർ ഈസ് ഓട്ടോക്ലേവിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് സ്റ്റെറിലൈസേഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻസ്: A. Sterilization is making a substance free from all microorganisms both in vegetative and sporing states. B. The destruction or removal of all pathogenic organisms capable of giving rise to infection. C. Disinfection does not affect spore state organisms. Option D. Disinfection affects spore state of organism. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. ബാക്കിയെല്ലാം സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റെറിലൈസേഷൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? സ്റ്റെറിലൈസേഷൻ ഈസ് മേക്കിംഗ് എ സബ്സ്റ്റൻസ് ഫ്രീ ഫ്രം ഓൾ മൈക്രോ ഓർഗാനിസംസ് ബോത്ത് ഇൻ വെജിറ്റേറ്റീവ് ആൻഡ് സ്പോറിംഗ് സ്റ്റേറ്റ്സ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ. ഈ സ്പോർ എന്ന് പറയുന്നത് എന്താണ്? സ്പോർ ഈസ് എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ദാറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ ഡിസ്പേഴ്സൽ ആൻഡ് സർവൈവിംഗ് ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ഫോർ ടൈം ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ്. ഇനി ഈ സ്പോർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയ, പ്ലാന്റ്സ്, ആൽഗെ, ഫംഗൈ, അതുപോലെ ചില പ്രോട്ടോസോയൻസ് ഇവരുടെയൊക്കെ ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് കൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷൻ കൂടെ കറക്റ്റ് മനസ്സിലാക്കി വെക്കണം. ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റെറിലൈസേഷൻ: ഡിസിൻഫെക്ഷൻ, the destruction or removal of all pathogenic organisms capable of giving rise to infection. ഇവിടെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് പറഞ്ഞിരുന്ന ഒരു ഡെഫിനേഷൻ ഇതാണ്. അപ്പോൾ ഇതും ശരിയാണ്. ഇനി ഡിസിൻഫെക്ഷൻ ഡസ് നോട്ട് അഫക്റ്റ് സ്പോർ സ്റ്റേറ്റ് ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിൻ്റെ സ്പോർ സ്റ്റേറ്റിന് എന്ത് ചെയ്യുന്നില്ല? ഡിസിൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല.
അതായത് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് വഴി സ്റ്റെറിലൈസ് ചെയ്താലും അവിടെ എന്തായിട്ടില്ല, അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്പോർ സ്റ്റേറ്റിലുള്ള ഓർഗാനിസംസ് ഒക്കെ അലൈവായിട്ട് തന്നെ ഉണ്ടാവും. ബാക്കിയുള്ളവ മാത്രമേ നശിക്കുന്നുള്ളൂ. ഇനി സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടേമാണ് ആൻറ്റിസെപ്സിസ്. ദ ടേം ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, usually by inhibiting the growth of bacteria in wounds or tissues. This is done by the antiseptics, chemicals or disinfectants which can be safely applied on skin or mucous membrane to prevent infection by inhibiting the growth of bacteria. അതായത് കെമിക്കൽസ് അതുപോലെ ഡിസിൻഫെക്റ്റൻസ് ഇവയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും ഒക്കെ നമുക്ക് സേഫായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കെമിക്കൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. എല്ലാം നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മുടെ സ്കിന്നിലും ടിഷ്യൂസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവയാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ഫ്ലെയിമിംഗ്, ബി ഇൻസിനറേഷൻ, സി ഹോട്ട് എയർ ഓവൻ, ഡി ഓട്ടോക്ലേവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? മുമ്പിലത്തെ ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിച്ചവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓട്ടോക്ലേവ് ആണ്. ബാക്കിയുള്ള 3 എണ്ണം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിൽ വരുന്നവയാണ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്? ഓപ്ഷൻസ് എ പാസ്ചറൈസേഷൻ, ബി ഇൻസിനറേഷൻ, സി ഹോട്ട് എയർ ഓവൻ, ഡി ഫ്ലെയിമിംഗ്. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ പാസ്ചറൈസേഷൻ. ബാക്കിയുള്ള 3 എണ്ണവും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തഡ്സിൽ വരുന്നവയാണ്. ഈ ഒരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിലും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിലും വരുന്ന മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ പാസ്ചറൈസേഷൻ ആണ്. പാസ്ചറൈസേഷൻ, ബോയിലിംഗ്, സ്റ്റീം അണ്ടർ പ്രഷർ കാറ്റഗറിയിൽ വരുന്ന ഓട്ടോക്ലേവ് ഇതെല്ലാം സ്റ്റെറിലൈസേഷൻ ബൈ മോയിസ്റ്റ് ഹീറ്റിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാസ് യൂസ്ഡ് ഇൻ സ്റ്റെറിലൈസേഷൻ ഈസ്? ഓപ്ഷൻസ് എ ഫോർമാൽഡിഹൈഡ്, ബി എഥിലീൻ ഓക്സൈഡ്, സി ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റെറിലൈസേഷൻ നമുക്ക് കെമിക്കൽ ഏജൻസ് വഴിയും ഫിസിക്കൽ ഏജൻസ് വഴിയും ചെയ്യാം. അതിൽ കെമിക്കൽ ഏജൻസിൽ ഗ്യാസസിൽ വരുന്നവയാണ് ഈ പറഞ്ഞവയെല്ലാം. ഇതെല്ലാം ഫോർമാൽഡിഹൈഡ്, എഥിലീൻ ഓക്സൈഡ്, ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ ഇവയെല്ലാം നമുക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് തെർമൽ ഡെത്ത് ടൈം. ഓപ്ഷൻ എ മിനിമം ടൈം റിക്വയർഡ് ടു കിൽ എ സസ്പെൻഷൻ ഓഫ് ഓർഗാനിസംസ് അറ്റ് എ പ്രീഡിറ്റർമൈൻഡ് ടെമ്പറേച്ചർ ഇൻ എ സ്പെസിഫൈഡ് എൻവിറോൺമെൻറ്റ്. ബി തെർമൽ ഡെത്ത് ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സി thermal death time is increased in presence of organic substances, proteins, nucleic acid, starch, gelatin, sugar, fats, oils. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻ ഇവിടെ തെർമൽ ഡെത്ത് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാം തെർമൽ ഡെത്ത് ടൈമുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓപ്ഷൻ എ എന്താ പറഞ്ഞത്? മിനിമം ടൈം റിക്വയർഡ് ടു കിൽ എ സസ്പെൻഷൻ ഓഫ് ഓർഗാനിസംസ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ടെമ്പറേച്ചർ ഇൻ എ സ്പെസിഫൈഡ് എൻവിറോൺമെൻറ്റ്. അതായത് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? മിനിമം ടൈം എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഒരു സസ്പെൻഷൻ ഓഫ് ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് ടെമ്പറേച്ചറിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള എൻവിറോൺമെൻറ്റിലും ആ ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ ഒരു സസ്പെൻഷനെ നമുക്ക് കില്ല് ചെയ്യാനുള്ള എത്ര ടൈം എടുക്കും, അതിൽ ഏറ്റവും കുറഞ്ഞ ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി എന്താണ് പറഞ്ഞത്? തെർമൽ ഡെത്ത് ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതും കറക്റ്റാണ്. ടെമ്പറേച്ചർ നന്നായിട്ട് കൂട്ടിക്കൊടുത്താൽ നമുക്ക് വേണ്ട ആ ഓർഗാനിസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈം അത്രയും കുറയും. ടെമ്പറേച്ചർ കൂടുന്തോറും അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് കുറയും. അപ്പോൾ തെർമൽ ഡെത്ത് ടൈം എന്ത് ചെയ്യും? കുറയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, TDT ഈസ് ഇൻക്രീസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, സ്റ്റാർച്ച്, ജെലാറ്റിൻ, ഷുഗർ, ഫാറ്റ്സ്, ഓയിൽസ്. അപ്പോൾ ഇത്രയും സബ്സ്റ്റൻസസിൻ്റെ പ്രസൻസൊക്കെ നമ്മുടെ സസ്പെൻഷനിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ തെർമൽ ഡെത്ത് ടൈം കൂടും. ആ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ നമുക്ക് കൂടുതൽ ടൈം വേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് മെറ്റീരിയൽസ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ ഇൻസിനറേഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻസ്
എ കണ്ടാമിനേറ്റഡ് ക്ലോത്ത്, ബി അനിമൽ സർക്കാസസ്, സി പോളിത്തീൻ, ഡി പോളിസ്റ്റൈറീൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പോളിസ്റ്റൈറീൻ ആണ്. ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇൻസിനറേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് പോളിസ്റ്റൈറീൻ നമുക്ക് പറ്റാത്തത് നോക്കാം. ഇൻസിനറേഷൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതെന്താ നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ദി കമ്പഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് ഇൻ വേസ്റ്റ് മെറ്റീരിയൽസ്, ഐറ്റംസ്, കണ്ടാമിനേറ്റഡ് ക്ലോത്ത്, അനിമൽ സർക്കാസസ് ആൻഡ് പാത്തോളജിക്കൽ മെറ്റീരിയൽസ്, PVC, പോളിത്തീൻ, ക്യാൻ ബി ഡീൽ. ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസിനറേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്ത് കളയാൻ പറ്റും. എന്നാൽ പോളിസ്റ്റൈറീനെ നമ്മൾ ഈ രീതിയിൽ കമ്പഷൻ ചെയ്യുമ്പോൾ, ഇൻസിനറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതൊരു ബ്ലാക്ക് സ്മോക്ക് എമിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിസ്റ്റൈറീനെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. പകരം അതിനെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യാണ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്റ്റെറിലൈസേഷൻ ബൈ ഡ്രൈ ഹീറ്റ് ഈസ് ഓപ്ഷൻസ് എ ഫ്ലെയിമിംഗ്, ബി ഇൻസിനറേഷൻ, സി ഹോട്ട് എയർ ഓവൻ, ഡി ഓട്ടോക്ലേവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ഹോട്ട് എയർ ഓവൻ ആണ്. ഹോട്ട് എയർ എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻസ് ആർ ഇലക്ട്രിക്കൽ ഡിവൈസസ് യൂസ്ഡ് ഇൻ സ്റ്റെറിലൈസേഷൻ. The oven uses dry heat to sterilize articles. Generally, they can be operated from 50 to 300 Celsius or 120 to 572 Fahrenheit. ഹോട്ട് എയർ ഓവനിൽ ഉണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദർ ഇസ് എ തെർമോസ്റ്റാറ്റ് കൺട്രോളിംഗ് ദ ടെമ്പറേച്ചർ. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ ഡ്രൈ ഹീറ്റ്. ഐറ്റംസ്, നമ്മൾ ഹോട്ട് എയർ ഓവൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് glassware, forceps, scissors, scalpels, all glass syringes, swabs, liquid paraffin, dusting powder, fats, grease. ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോട്ട് എയർ ഓവൻ ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യാം. ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. മെറ്റീരിയൽസ് ഷുഡ് ബി പ്രോപ്പർലി അറേഞ്ച്ഡ് ടു അലോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. അതായത് ഈ ഹോട്ട് എയർ ഓവൻ്റെ ഉള്ളിൽ നമ്മൾ മെറ്റീരിയൽസ് വെക്കുമ്പോൾ കറക്റ്റ് ഒരു ഓർഡറിൽ വേണം വെക്കാൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹോട്ട് എയർ ഓവൻ്റെ ഒരു പിക്ചർ. നമ്മളിതിൽ വെക്കുമ്പോൾ, ഇതിൽ മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. അവയാണ് ഗ്ലാസ് വെയേഴ്സ് ഷുഡ് ബി ഡ്രൈ. ഗ്ലാസ് വെയേഴ്സ് എന്തായിരിക്കണം, ഡ്രൈ ആയിരിക്കണം. അതൊരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഓവൻ ഷുഡ് നോട്ട് ബി ഓവർലോഡഡ്. ഇത് ഓവർലോഡ് ആവാൻ പാടില്ല. ആർട്ടിക്കിൾസ് ആർ ടു ബി അറേഞ്ച്ഡ് ഇൻ എ മാനർ ടു അലോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. അതായത് നമ്മൾ പറഞ്ഞു കറക്റ്റ് ഒരു ഓർഡറിൽ വെക്കണം, എങ്കിൽ മാത്രമേ എല്ലായിടത്തേക്കും എയറിൻ്റെ ഫ്രീ ഒരു സർക്കുലേഷൻ കിട്ടുള്ളൂ. ഡോർ ഓഫ് ദ ഓവൻ ഷുഡ് ബി ഓപ്പൺഡ് ആഫ്റ്റർ ഇറ്റ് കൂൾസ് ഡൗൺ 2 hours. അതായത് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞാലും അപ്പം തന്നെ പോയി ആ ഓവൻ്റെ ഡോറ് തുറക്കരുത്. അതിന് കൂൾ ചെയ്യാൻ അനുവദിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും കൂൾ ചെയ്യാൻ വിട്ടതിന് ശേഷം മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. നമ്മളിതിൽ കൊടുക്കുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ചസ് ആണ് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 45 minutes. അതല്ലെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കാം. 170 കൊടുക്കുമ്പോൾ 18 minutes ഹോൾഡ് ചെയ്താൽ മതി. 180 കൊടുക്കാം. 180 കൊടുക്കുമ്പോൾ 7.5 minutes ഹോൾഡ് ചെയ്താൽ മതി. ഇനി 190 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വെറും 1.5 minutes ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിവിടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ റേഞ്ച് ഫോർ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ഈസ് ഓപ്ഷൻസ് എ 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes, B 50 degree Celsius for 30 minutes, C 100 degree Celsius for 10 minutes, D 120 degree Celsius for 10 minutes. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പാസ്ചറൈസേഷൻ ഓഫ് മിൽക്കിൽ, പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അവിടെയുള്ള ഹോൾഡിംഗ് പീരിയഡ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് മോയിസ്റ്റ് ഹീറ്റിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. മോയിസ്റ്റ് ഹീറ്റിന് നമ്മൾ 3 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ എബോ 100 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് വരുന്നത്. അതായത് ടെമ്പറേച്ചർ എപ്പോഴും 100 ഡിഗ്രിയിൽ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes ആണ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, 72 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കാം. 72 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ 30 minutes ആവശ്യമില്ല, ഒരു 15 to 20 minutes മതി.
ഈ ഒരു ഹോൾഡിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്യുക്കായിട്ട് ഒരു 13 ഡിഗ്രി സെൽഷ്യസിലേക്കോ അതിൽ കുറവിലേക്കോ അതിനെ കൂൾ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാ നോൺ സ്പോറിങ് പാത്തോജൻസിനെയും എന്ത് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് മൈക്കോബാക്ടീരിയ, ബ്രൂസെല്ലെ, സാൽമണല്ല, കോക്സിയല്ല ബർണറ്റി മുതലായവ. ഇതെല്ലാം എന്താണ്, ഇത്തരത്തിലുള്ള നോൺ സ്പോറിങ് പാത്തോജൻസിന് എക്സാമ്പിളാണ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കുക പാസ്ചറൈസേഷൻ ഓഫ് മിൽക്കിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്, അതല്ലെങ്കിൽ 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 50 to 20 മിനിറ്റ്സ്. ഇതാണ് ഇതിൻ്റെ ഹോൾഡിംഗ് പീരിയഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് മെറ്റീരിയൽസ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് വിത്ത് ഓട്ടോക്ലേവ്? ഓപ്ഷൻസ്: എ ഡ്രസ്സിങ്സ്, ബി ഇൻസ്ട്രുമെൻറ്റ്സ്, സി ലബോറട്ടറി വെയർ, ഡി ഓൾ ഓഫ് ദി എബോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. ഡ്രസ്സും ഇൻസ്ട്രുമെൻറ്റ്സും ലബോറട്ടറി വെയറൊക്കെ നമുക്ക് ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റും. ഈ ഓട്ടോക്ലേവും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൂടെ നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഓട്ടോക്ലേവ് ഓർ സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറയും. ഓട്ടോക്ലേവ് ഈസ് എ ഡിവൈസ് that uses steam to sterilize equipments and other objects. This means that all bacteria, viruses, fungi, spores are inactivated. ഇവയെല്ലാം എന്ത് ചെയ്യും, inactivated ആവും. However, prions may not be destroyed by autoclaving at the typical 134 degrees Celsius for 3 minutes or 121 degrees Celsius for 15 minutes. ഇനി ഓട്ടോക്ലേവിൻ്റെ പ്രിൻസിപ്പിൾ. Water boils when its vapor pressure equal to surrounding atmosphere. Thus, when pressure inside closed vessel increases, the temperature at which water boils increases too. നമ്മുടെ പ്രഷർ കുക്കറില്ലേ, അതിൻ്റെ അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ഓട്ടോക്ലേവിൻ്റെയും. ഹോൾഡിംഗ് പീരീഡ് വാരി ചെയ്യും. അതായത് ടെമ്പറേച്ചർ റേഞ്ചിനനുസരിച്ച് ഹോൾഡിംഗ് പീരീഡ് എന്ത് ചെയ്യും, വാരി ചെയ്യും. ടെമ്പറേച്ചർ ബിറ്റ്വീൻ 108 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 147 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതിൽ ഐറ്റംസ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഡ്രസ്സിങ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ലബോറട്ടറി വെയർ, മീഡിയ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഇനി ഈ സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ലബോറട്ടറി ഓട്ടോക്ലേവ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഹോസ്പിറ്റൽ ഡ്രസ്സിങ് സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്. ബൗൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്. റാപ്പിഡ് കൂളിംഗ് സ്റ്റെറിലൈസേഴ്സ്. ഈവൻ എ ഡൊമസ്റ്റിക് പ്രഷർ കുക്കർ ക്യാൻ ബി യൂസ്ഡ് ആസ് സ്റ്റെറിലൈസർ. ഇനി ഇതിൻ്റെ റെക്കമെൻഡഡ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ 121 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് 50 മിനിറ്റ്സ് മതി. 126 ആകുമ്പോൾ അതിലും കുറച്ച് കുറഞ്ഞ് മതി, 10 മിനിറ്റ്സ് മതി. 134 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വെറും 3 മിനിറ്റ്സ് മതി. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഹോൾഡിംഗ് പീരീഡ് കുറച്ച് മതി. അപ്പോൾ ഓട്ടോക്ലേവായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ്. സം പ്ലാസ്റ്റിക് വെയർ മെൽറ്റ്സ് ഇൻ ദ ഹൈ ഹീറ്റ് ആൻഡ് ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫൺ ബിക്കം ഡൾ. അതായത് നമ്മുടെ ഇതിൽ ടെമ്പറേച്ചർ റേഞ്ച് നല്ല കൂടുതലാണല്ലോ, അപ്പോൾ ചെറിയ പ്ലാസ്റ്റിക് വെയർ മെൽറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മോറോവർ മെനി കെമിക്കൽസ് ബ്രേക്ക് ഡൗൺ ഡ്യൂറിങ് ദി സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആൻഡ് ഓയിലി സബ്സ്റ്റൻസസ് കനോട്ട് ബി ട്രീറ്റഡ് ബിക്കോസ് ദേ ഡു നോട്ട് മിക്സ് വിത്ത് വാട്ടർ. അതായത് ഇത് സ്റ്റീം അണ്ടർ പ്രഷർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ലേ, മോയിസ്റ്റ് ഹീറ്റിൻ്റെ. അപ്പോൾ അവിടെ വാട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഓയിൽസ് പോലെയുള്ള സബ്സ്റ്റൻസിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഫിൽറ്റേഴ്സ് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസസ്. നമ്മുടെ വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് ആണ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ ക്യാൻഡിൽ ഫിൽറ്റേഴ്സ്, ബി ആസ്ബറ്റോസ് ഫിൽറ്റേഴ്സ്, സി സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, ഡി മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ക്യാൻഡിൽ ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതും സ്റ്റെറിലൈസേഷൻ്റെ ഒരു മെത്തേഡാണ്. ഹെൽപ്സ് ടു റിമൂവ് ബാക്ടീരിയ ഫ്രം ഹീറ്റ് ലയബിൾ ലിക്വിഡ്സ്. ഹീറ്റ് ലയബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിൽ നിന്നും ബാക്ടീരിയനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് സെറ ആൻഡ് സൊല്യൂഷൻസ് ഓഫ് ഷുഗേഴ്സ് ഓർ ആൻറ്റിബയോട്ടിക്സ്. പിന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ: ആസ് വൈറസസ് പാസ് ത്രൂ ദി ഓർഡിനറി ഫിൽറ്റേഴ്സ്, filtration can be used to obtain bacteria-free filtrates of clinical samples for virus isolation. അതായത് നമ്മുടെ ഓർഡിനറി ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ ഫ്രീ ഫിൽറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വൈറസ് എന്ത് ചെയ്യും, അതിന് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടും. ഈ ഫിൽറ്റേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ക്യാൻഡിൽ ഫിൽറ്റേഴ്സ്, ആസ്ബറ്റോസ് ഫിൽറ്റേഴ്സ്, സിൻഡേഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഒക്കെ.
ഇതിൽ കാൻഡിൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസസ്. ഇതാണ് ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതിൽ പറയുന്ന എല്ലാം ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ആസ്ബറ്റോസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് അത് ഡിസ്പോസിബിൾ ആണ്, സിംഗിൾ യൂസ്ഡ് ഡിസ്ക് ആണ്. ടു ആൽക്കലൈസ് ഫിൽറ്റേർഡ് ലിക്വിഡ്സിനൊക്കെ ആൽക്കലൈസ് ചെയ്യും. ഈ ആസ്ബറ്റോസ് ഫിൽറ്റേഴ്സിന് കാർസിനോജനിക് പ്രോപ്പർട്ടി കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് വൈഡായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾസ് ആണ് സീഡ്സ് ആൻഡ് സ്റ്റെറിമാറ്റ് ഫിൽറ്റേഴ്സ് ഒക്കെ. നെക്സ്റ്റ് സിൻഡഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ് ഹാസ് ലോ അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീസ്, ബ്രിട്ടിൽ ആൻഡ് എക്സ്പെൻസീവ്. ഇത്ര ആ 2 പോയിൻ്റേ പറയുന്നുള്ളൂ. പിന്നെ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് മെയ്ഡ് ഓഫ് സെല്ലോസ് എസ്റ്റേഴ്സ് ഓർ അതർ പോളിമേഴ്സ്. ഇത് നമ്മൾ യൂഷ്വലി വാട്ടർ പ്യൂരിഫിക്കേഷനും അതുപോലെ അതിൻ്റെ അനാലിസിസിന് സ്റ്റെറിലൈസേഷൻ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ പ്യൂരിഫിക്കേഷനിൽ മെംബ്രെയിൻ ഫിൽറ്റേഴ്സും കാൻഡിൽ ഫിൽറ്റേഴ്സും വരുന്നുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയൽ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസസ് എന്ന് ചോദിച്ചാൽ കാൻഡിൽ ഫിൽറ്റേഴ്സ് ആണ് കുറച്ചുകൂടെ സ്യൂട്ട് ആവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, ദ ഗ്യാസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഫ്യൂമിഗേഷൻ ഓഫ് 40 ആൻഡ് അതർ റൂംസ് ഈസ്. ഓപ്ഷൻസ് എ ഫോർമാൽഡിഹൈഡ്, ബി ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺസ്, സി എഥിലീൻ ഓക്സൈഡ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ കുറേ പേർക്ക് അറിയായിരിക്കും. ഓപ്ഷൻ എ ഫോർമാൽഡിഹൈഡ് ആണ് ആൻസർ. OTയും അതുപോലെ റൂമൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടി വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ് യൂസ്ഡ് ഫോർ ഗാമ റേ സ്റ്റെറിലൈസേഷൻ. ഓപ്ഷൻസ് എ കൊബാൾട്ട് 60, ബി യുറേനിയം 60, സി കൊബാൾട്ട് 40, ഡി യുറേനിയം 40. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കൊബാൾട്ട് 60 ആണ് നമ്മൾ ഗാമ റേസ് യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റെറിലൈസേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു കഴിഞ്ഞു. മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗം മോയിസ്റ്റ് ഹീറ്റിനും ഡ്രൈ ഹീറ്റിൻ്റെയും ഭാഗത്തു നിന്നാണ്. പിന്നെ ഓട്ടോക്ലേവ് എന്ന് അതുപോലെ ഇൻസിനറേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്കുക. ഇത്രയൊക്കെ നമുക്ക് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത് നമ്മളുടെ ഒരു മെയിൻ സബ്ജക്റ്റ് അല്ലല്ലോ മൈക്രോബയോളജി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വേറെ മെറ്റീരിയൽസും കൂടെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ മൈക്രോബയോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൽ തന്നെ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചിട്ട് അതുമായിട്ട് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഡിസീസ് എടുക്കുമ്പോൾ അതിനോട് കണക്ട് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ മൈക്രോബയോളജി ഭാഗത്തു നിന്ന് ഒരു മോക്ക് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.